വാശിയോട് കൂടി സ്ട്രോങ് ആയിട്ട് വിജയിക്കുന്നതാണോ എങ്ങനെയാണ്? അതൊന്ന് കളിച്ചു നോക്കാനാണോ എങ്ങനെയാണ്? ഒരു പുതിയ ഫോമാറ്റിന്റെ ടെൻഷൻ ഒക്കെ ഉണ്ടോ? എന്താ സിജ, വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഗുഡ് ഈവനിങ്. ഇതെന്റെ സെക്കൻഡ് ടൈം ആണ് വിത്ത് CCF. എല്ലാവർക്കും പുതിയ ടീംസ് ആണ് കിട്ടുന്നത്. ഞാൻ മാത്രം ലൈൻ ലെജൻസിലുണ്ട്, പക്ഷെ എനിക്ക് പുതിയ ടീമിനെയാണ് കിട്ടിയത്. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. അമർ ചേട്ടനും പ്രശാന്തനും ഒക്കെ നമ്മുടെ കൂടെ, നമ്മുടെ ലൈൻ ലെജൻസ് ടീമിലുണ്ട്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഒക്കെയാണ്. അപ്പോ എന്തായാലും വിഷിംഗ് ഓൾ ദ ടീം ഗുഡ് ലക്ക് ആൻഡ് ലൈൻ ലെജൻസ് ഈ ഒരു സീസൺ ജയിക്കട്ടെ, ജയിക്കണം ആൻഡ് ജയിച്ചിരിക്കും. Okay, let's hear from Prashant Alexander. Alexa, പറയൂ. ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ട് 3 പേരാണ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. 3 പേര് പോയാൽ എന്താകും എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവകാശവാദത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നാളെ ഓപ്ഷൻ കഴിഞ്ഞ് ടീം ഏതാണെന്ന് തന്നെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നവർക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. 1 സ്വാതന്ത്ര്യം, 2 സാഹോദര്യം, 3 സൗഹൃദം. ഇത് 3 ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സിന് കളിക്കാൻ പറ്റും. അതാണ് അമർഭായിയുടെ ആഗ്രഹം. നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പം പലപ്പോഴും നമുക്ക് നമ്മുടെ ട്രൂ ഇമോഷൻസ് പലയിടത്തും കാണിക്കാൻ പറ്റില്ല. ഗ്രൗണ്ടിലാണ് ആക്ച്വലി ഇതൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിൽ വരുന്നത് ഒരു പച്ച മനുഷ്യനായിട്ട് പെരുമാറാനും കളിയാക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും പിണങ്ങാനും വഴക്കുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് മനുഷ്യരായിട്ട് കളിക്കാം, മനുഷ്യരായിട്ട് ഇടപെടാം. ഞാൻ CCFന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ എല്ലാം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം ക്രിക്കറ്റിനെയും സിനിമയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു വേദി കിട്ടിയതും ഇവിടെ കൂടിച്ചേരാൻ സാധിച്ചതും ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതും. സിനിമയിലെ വിവിധ മേഖലകളിൽ ചിതറിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാർ ക്രിക്കറ്റ് എന്ന് പറയുന്ന പൊതുവികാരത്തിലൂടെ ഒരുമിച്ച് ചേർത്ത് ഇവിടെ എത്തിച്ച അതിനെ ഓരോ വർഷവും പുതിയ പുതിയ മേഖലകളിലേക്ക് വളർത്തുന്ന അനിലേട്ടനും അനിലേട്ടന്റെ പടയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. നമുക്ക് ക്രിക്കറ്റ് എൻജോയ് ചെയ്യാം. താങ്ക് യു.